വിചാരം ഉണ്ടാവും നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തി എന്ന്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊന്നുള്ളത് ഒരു കഷ്ടപ്പാടേ അല്ലാന്ന്. അവിശ്വസനീയമായ ഒരു ജീവിതകഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 1890 സെപ്റ്റംബർ 9 അമേരിക്കയിൽ ഹെർലാൻ ഡേവിഡ് സെൻഡർ എന്നൊരു കുട്ടി ജനിക്കാണ്. ഈ കുട്ടി ജനിച്ച് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോവാണ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദാരിദ്ര്യം തന്നെയായിരുന്നു അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. 16 വയസ്സിൽ ഈ കുട്ടിയുടെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. 17 വയസ്സിൽ ഇദ്ദേഹം വിവാഹം കഴിക്കാണ്. ഒരു ലവ് മാരേജ് ആയിരുന്നു. വിവാഹം കഴിച്ച് 1 വർഷമാകുമ്പോഴേക്കും കുട്ടി ജനിച്ചു. അത് കഴിഞ്ഞ് 20 വയസ്സുള്ളപ്പോൾ അവർ ഡൈവോഴ്സായി പോവുകയാണ് ചെയ്യണത്. കാരണം ഇദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അപ്പോൾ 20 വയസ്സിൽ ദാമ്പത്യം അവിടെ വെച്ച് നിന്ന് പോയി. പരാജയത്തിന് മേൽ പരാജയം, അതായിരുന്നു അയാളുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ പല പല ജോലികൾ, എവിടെയും പിടിച്ചു നിൽക്കാനാവില്ല. ഒരു ജോലി, പിന്നെ അവിടെ നിന്ന് പോന്നു, അവിടെ നിന്ന് പറഞ്ഞു വിടും. അടുത്ത ജോലി. മെയിനായിട്ട് ഇയാളുടെ ദേഷ്യം തന്നെയായിരുന്നു എവിടെയും പിടിച്ചു നിൽക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്. അവസാനം അദ്ദേഹം ഒരു ഹോട്ടലിൽ ക്ലീനറായിട്ട് കയറി പറ്റി. ഒരുപാട് കാലത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിന് സപ്ലറായിട്ട് ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം കുക്കിംഗ് നന്നായിട്ട് പഠിച്ചു. ചിക്കൻ്റെ ഒരുപാട് ഡിഷുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം പഠിച്ചത് അവിടെ വെച്ചിട്ടാണ്. 65 വയസ്സ് വരെ അദ്ദേഹം ആ പണി മാത്രം എടുത്ത് ജീവിച്ചു. അതായത് ഹോട്ടലിൽ സപ്ലറായിട്ട് ജീവിച്ചു. അങ്ങനെ റിട്ടയർമെന്റ് കാലമായപ്പോൾ ആ ഒരു ഹോട്ടലുകാർ ഇയാള് അവരെ തലയിൽ ഒരു ബാധ്യതയായിട്ട് വരുന്ന വെച്ചിട്ട് ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാനായിട്ട് നിർബന്ധിതനാവുകയാണ്. അപ്പോൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഗവൺമെന്റിന്റെ വക ഒരു $99 ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ കൂടെ ഇത്ര നാളത്തെ സമ്പാദ്യമായിട്ടുള്ളത്. ഇനി തനിക്ക് ഒരു ജീവിതമില്ലേന്ന് ഉറപ്പിച്ച സാൻഡർ അവസാനം ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല. ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് ആലോചിക്കുമ്പോൾ എന്തുമാത്രം ഫെയിലിയേഴ്സ് ആണ് തനിക്ക് നേരിട്ടത്. എങ്കിലും മനസ്സിന് കുളിർമ തരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്താണ്. അതായത് താൻ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ചിക്കൻ ഫ്രൈ തന്റെ സഹപ്രവർത്തകർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയാറുണ്ട്. അവര് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ല, വിജയിച്ചേ പറ്റൂ എന്ന തീരുമാനത്തോടെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോ തന്റെ കയ്യിലുള്ള $99 വെച്ചിട്ട് ഒരു തട്ടുകട ഇട്ടുവാണ്. പക്ഷെ അതും വിചാരിച്ചത്ര ക്ലിക്കായില്ല, ആളുകൾ വരുന്നില്ല. അതും അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നടന്നിട്ട് ചിക്കൻ ഫ്രൈ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അതും വിചാരിച്ചത്ര ഫലം കണ്ടില്ല. ഇത്രയൊക്കെ ആവുമ്പോൾ തന്നെ നമ്മളൊക്കെ ആണെങ്കിൽ തളർന്നു പോയിട്ടുണ്ടാവും ഇല്ലേ, ഇതങ്ങോട്ട് നിർത്തി പോയാലോ എന്ന് വിചാരിച്ച് ആലോചിക്കും. ചിലർ നിർത്തി പോയിട്ടുണ്ടാവും ഈ പറഞ്ഞ നേരം കൊണ്ട്. പക്ഷേ അദ്ദേഹം തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് വേറൊരു ആശയം മനസ്സിൽ വന്നു. ഈ ഹോട്ടലുകളിൽ കയറി ഇറങ്ങി ഈ ചിക്കൻ ഫ്രൈ അവിടെ വെച്ച് അത് വിറ്റുപോയി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ലാഭം കിട്ടുമല്ലോ. അപ്പോൾ ഹോട്ടലുകളിൽ കയറി ഇറങ്ങി 1009 ഹോട്ടലിൽ കയറി ഇറങ്ങിയിട്ടും ആരും വെക്കാനായിട്ട് തയ്യാറായില്ല. അവസാനം ഒരു ഹോട്ടലുകാരെ വെക്കാനായിട്ട് സമ്മതിച്ചു. അതും ഒരു നിബന്ധനയോടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ വിറ്റ് പോയി കഴിഞ്ഞാൽ പൈസ തരാം, അല്ലെങ്കിൽ അത് റിട്ടേൺ തിരിച്ചെടുക്കണം എന്ന ഒരു നിബന്ധനയോട് കൂടിയാണ് അവർ വെക്കാൻ തയ്യാറായത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും പിന്നീട് പതുക്കെ ഇതിന് ആവശ്യക്കാർ കൂടി വരികയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന, നമ്മളെല്ലാവരും ഒരു വട്ടയിലും കഴിച്ചിട്ടുള്ള KFC അല്ലെങ്കിൽ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ നിലവിൽ വരുന്നത്. 145 രാജ്യങ്ങളിലായി 24,000 ഔട്ട്ലെറ്റുകൾ ഇപ്പൊ KFCക്ക് ഉണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു മനുഷ്യൻ തന്റെ ഉറച്ച ആത്മവിശ്വാസം കൊണ്ട് മാത്രം നേടിയെടുത്ത ഒരു വിജയം. എത്രയൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നു പോയവനെ പിന്നീട് ലൈഫിൽ സക്സസ് ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ ലക്ഷ്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ അവഗണന, കുറ്റപ്പെടുത്തൽ ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ഈ വീണ് കിടക്കുന്നത് ഉയർത്തെണീക്കാൻ വേണ്ടിയാണെന്ന് ഇവർക്കൊന്നും അറിയില്ലല്ലോ. ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് വീണ് പോയേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒരു കൈ തന്നെ ആരെങ്കിലും പിടിച്ച് എണീപ്പിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച ആളാവും നിങ്ങൾക്ക് ഒരു ചവിട്ടും കൂടെ തന്ന് അവിടെ തന്നെ കിടക്കുമെന്ന് പറയാനുണ്ടാവുക. ഈ ലോകത്ത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവുക. ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പോലും നമ്മൾ തള്ളി പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ശക്തി, അത് മാത്രം മതി നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട്. വീണ് പോകും എന്ന് തോന്നുമ്പോൾ അവനവനെ തന്നെ ഇരട്ടിയായിട്ട് സ്നേഹിക്കുക, സ്വന്തം കഴിവിൽ ഉറച്ചു വിശ്വസിക്കുക. തളർത്താൻ ആളുകൾ ധാരാളം. നമ്മൾ തല ഉയർത്തി നിന്നാൽ തളർത്താൻ നോക്കുന്നവൻ പരാജയപ്പെട്ടു പോയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ആവണം, അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ആർക്കും വേണ്ടി തഴയരുത്. ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും നടക്കുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും നല്ല നിലയിൽ പല പൊസിഷനിൽ ഇരിക്കുമ്പോൾ എവിടെയും എത്താതെ ഇങ്ങനെ നടക്കുന്നു.
പല ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല എന്നായിരുന്നു ചിന്ത, അല്ലേ? സ്വാഭാവികം, നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കാണുന്ന ഈ വ്യക്തികളല്ലേ, അത് നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളോ നമ്മുടെ കൂടപ്പിറപ്പുകൾ തന്നെയായിരിക്കാം. നമ്മളെക്കാളും ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. അവര് ഒരു നാള് ഒന്നല്ലെങ്കിൽ അവര് നിങ്ങളെ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കാം. നമുക്ക് അതൊന്നും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് അത് നമ്മളെ ഉറച്ചതാക്കാൻ വേണ്ടി നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ഇട്ട് തരുന്നതാണ്. ഈ കൊളോണൽ സാൻഡർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ KFC കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്കിന്ന് KFC കഴിക്കാൻ പറ്റുമായിരുന്നു. ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്, അല്ലേ? അത് ആ ആള് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തത് കൊണ്ടാണ്. അതിനു വേണ്ടി പരിശ്രമിച്ച് ആള് വീണോടെ തന്നെ വീണ് കിടന്നിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കത് കഴിക്കാൻ പറ്റുമായിരുന്നു. അത്രേ ഉള്ളൂ ലൈഫ് എന്ന് പറഞ്ഞാൽ, അത്രേ ഉള്ളൂ. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. ഒരു ജീവിതമേ ഉള്ളൂ, അത് നമ്മുടെ മാത്രമാണ്. കുറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് പേര് കാണും, എന്നാൽ കൂടെ നിൽക്കാനോ ഒരുത്തനും കാണില്ല. സോ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഫൈനൽ ഡിസിഷൻ നമ്മുടെ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം അതിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല. ഒരുപാട് പ്രതിസന്ധികൾ, ചതിക്കുഴികൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഒരാളുടെ മുഖം നോക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പുച്ഛിച്ചവരും കളിയാക്കിയവരും തന്നെ നമ്മൾക്ക് വേണ്ടി കൈയടിക്കും, നമ്മളെ പൊക്കി പറയും. അന്ന് കളിയാക്കാനാണ് അവരെ നാവ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ പുകഴ്ത്താനായിരിക്കും അവരെ നാവ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ മനുഷ്യന്മാരെ അങ്ങനെ മാത്രമേ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമുള്ളൂ. ആർക്കും നമ്മുടെ വളർച്ച കാണണ്ട, എല്ലാവർക്കും നമ്മളെ തളർന്ന് കിടക്കുന്നത് കണ്ടാൽ മതി, അല്ലേ? മനുഷ്യന്മാരെ പൊതുവെയുള്ള സ്വഭാവമാണ്, ആരും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഫോക്കസ് ആയിരിക്കണം. മറ്റുള്ളവർ എന്തു പറയുന്നു, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇതൊന്നും നമ്മൾ ബോധറിയേണ്ട കാര്യമില്ല. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ലക്ഷ്യം, ഇതിനപ്പുറത്തേക്ക് ഒന്നിൻ്റെയും കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതിൽ മറിച്ച് വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാം നിങ്ങളെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അയൽവക്കക്കാരുണ്ടാവും. എനിക്കറിയില്ല, പക്ഷേ പൊതുവെ ആരും നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടും പിന്നെ പലരെയും കേട്ടിട്ടുള്ളതെന്നാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മറിച്ചുള്ളവർ കമന്റ് ചെയ്യുക. പിന്നെ പറയാൻ മറക്കാണ്, നമ്മുടെ ചാനലിന് വേണ്ടി തരുന്ന സപ്പോർട്ടിന് ഡെയിലി കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല എന്താ പറയാ, എല്ലാവരോടും സ്നേഹമുള്ള നല്ല കുറച്ച് വ്യക്തികൾ എനിക്ക് ഡെയിലി കമന്റ് ചെയ്യുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോടുള്ള നന്ദി തീരില്ല കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും വലിയ പൊസിഷനിൽ എത്തിപ്പെടാനുള്ള ആൾക്കാരാണ്. ഒരു ദിവസം 2 മോട്ടിവേഷൻ വീഡിയോയെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ഊർജ്ജം കിട്ടും, ഇല്ലേ? അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വിഷമിപ്പിക്കുന്ന ന്യൂസുകളില്ലേ, അതുപോലെ സീരിയലുകളൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം അതൊക്കെ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡൗൺ ആയി പോകും. താങ്ക്സ് യൂണിവേഴ്സ്. ഹരേ കൃഷ്ണ.